പവിത്രം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിക്രം തൻ്റെ കുഞ്ഞാണെന്നറിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ എനിക്കൊരു നോക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തിൽ. എന്നാ ഇതൊന്നും കൂടെയുള്ള നമ്മുടെ വക്കീലിന് ഇഷ്ടപ്പെടുന്നില്ല. വിക്രമിൻ്റെ കേസുകളെല്ലാം നോക്കുന്നത് കൺമണി എന്ന ഒരു വക്കീലായിരിക്കും. പതിയെ പതിയെ വിക്രമിനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നുണ്ട്. രാധ വിക്രമിനെ സ്നേഹിച്ച പോലെ. രാധ ഇപ്പോൾ കല്യാണം എല്ലാം കഴിച്ച് വാർഡ് മെമ്പറായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. രാധയെ കൊണ്ട് വിക്രമിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. രാധയ്ക്കാണെങ്കിൽ ഇപ്പോൾ വിക്രമിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പായിരിക്കും. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയ സമയത്ത് വേദ ഗർഭിണിയായിരുന്നു. തിരികെ എത്തിയപ്പോൾ വിക്രം അറിയുന്നത് വേദ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞെന്നാ. അത് വിചാരിച്ച് വേദയോട് വലിയ ദേഷ്യമായിരിക്കും. എന്നാ തൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടില്ല എന്ന് അറിയുന്ന സമയത്ത് വേദയെ കാണണമെന്നും അവളോട് മാപ്പ് ചോദിക്കണമെന്നും ഒക്കെ വിക്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും കൺമണിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വിക്രം പറയുന്നുണ്ട്, എടാ അവളെ കണ്ടപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് വേദയുടെ പോലെ തോന്നുന്നുണ്ടെന്ന്. ഇപ്പം ശരിയായില്ലേ? വേദയുടെ മുഖച്ചായ എൻ്റെ മോൾക്ക് അല്ലേടാ? അത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ. അപ്പോൾ അവളുടെ പേര് പറയുന്ന പോലും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? എനിക്കെന്തായാലും വേദയെയും കുഞ്ഞിനെയും എത്രയും വേഗം കാണണം. എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. കൺമണി മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും വിക്രം വേദയെ കണ്ടാൽ അവർ തമ്മിൽ ഒന്നിക്കും. അതിനു മുൻപേ എന്തെങ്കിലും ചെയ്യണം. വിക്രം എൻ്റേത് മാത്ര എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് കൺമണി. അപ്പോഴായിരിക്കും വേദയും വേദയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത് കൺമണി കേൾക്കുന്നത്. അച്ഛാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടർ വരുൺ, അവൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവൻ അത്രയും നല്ല ഡോക്ടറാ. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മോളെ, നീ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത ആ ഡോക്ടറാണോ? അതെ, അവൻ തന്നെ. അവനെ എനിക്ക് സഹോദരനെ പോലെയാ. അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവൾ കണ്ണു തുറക്കു വച്ചാ എന്നൊക്കെ വേദ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ഇതെല്ലാം കൺമണി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അങ്ങനൊരു കഥാപാത്രം കൂടെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അത് തന്നെ ഒരു മാർഗമാക്കി എടുക്കാം. അങ്ങനെ കൺമണി പോയി പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അതെന്താ? അല്ല, നീ പറയുന്നുണ്ട് നിന്റെ കുഞ്ഞാണ് ആ കിടക്കുന്നതെന്ന്. എന്നാ അതിന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ദേ കൺമണി, ഞാൻ നിന്റെ അടുത്ത് ഇന്നേ വരെ വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ നിന്നിട്ടില്ല. വെറുതെ എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് സത്യ. നീ പറയുന്നത് നിന്റെ കുഞ്ഞാണെന്ന്. പക്ഷേ വേറാരും അത് പറയുന്നില്ലല്ലോ. വേദ പറഞ്ഞാലല്ലേ അത് നിന്റെ കുഞ്ഞാവൂ. ഞാൻ പറയുന്നു അത് നിന്റെ കുഞ്ഞല്ല എന്ന്. വേദ വേറൊരു കല്യാണം കഴിച്ചു. അതിലുണ്ടായതാ ഈ കുഞ്ഞ്. ഇത് കേട്ട് വിക്രമിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇവളിത് എന്തൊക്കെയാ പറയുന്നേ? നീ ഒന്ന് പോകുന്നുണ്ടോ? അത് എൻ്റെ കുഞ്ഞ് തന്നെയാ. അല്ല, ഞാൻ 100% പറയുന്നു അത് നിന്റെ കുഞ്ഞല്ല എന്ന്. വെറുതെ നീയൊരു വിഡ്ഢിയാവല്ലേ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എന്ത് കേൾക്കാനാ? നിനക്കിനി സംശയമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാ. അങ്ങനെ കൺമണി വിക്രമിനെയും കൂട്ടുകാരെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ഐസിയുവിന് വെളിയിൽ ടെൻഷനോടുകൂടി നിൽക്കുവാണ് വേദയും അച്ഛനും അമ്മയും ഒക്കെ. അപ്പോഴായിരിക്കും അങ്ങോട്ട് വരുൺ കയറി വരുന്നത്. വരുണിനെ കാണുന്നതും വേദ ഓടിപ്പോയി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വരുൺ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുക. ഇതായിരിക്കും വിക്രം കാണുന്നത്. വിക്രം കാണുന്നതും ആകെ ഒരു ഞെട്ടലോട് കൂടിയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അത് നിന്റെ കുഞ്ഞല്ല എന്ന്. അത് വേദയുടെയും വരുണിൻ്റെയും കുഞ്ഞാ. എന്തിനാ വെറുതെ നീ ഇവിടെ വിഡ്ഢിയായി നിൽക്കുന്നേ? നീ വന്നേ, നമുക്ക് പോവാം എന്ന് കൺമണി പറയുന്നു. എന്നാ ഇത് കണ്ടുകൊണ്ട് സഹിക്കാനാവാതെയാണ് വിക്രം നിൽക്കുന്നത്. സങ്കടം കടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയോ. വേദയുടെ അച്ഛൻ്റെ അടുത്ത് വിജി പോയി പറയുന്നുണ്ട്, അച്ഛാ വിക്രം വന്നിട്ടുണ്ട്. വിക്രം അറിഞ്ഞു മോള് അവൻ്റെ കുഞ്ഞാണെന്ന്. അതെങ്ങനെയാ അവൻ അറിഞ്ഞത്? ഇങ്ങോട്ട് കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാ. അവിടെ പോലീസുകാരൊക്കെ പിടിച്ചു വെച്ചു. പോലീസുകാർ ആ സത്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. കളക്ടറുടെ കുഞ്ഞാണ് ഇവിടെ കിടക്കുന്നതെന്ന്. അങ്ങനെയാ അവൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. എന്തായാലും അവനെല്ലാം അറിയേണ്ടതാ. പക്ഷേ ഈ സമയത്ത് വേദ ഇതറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അവനുമായിട്ട് കുഞ്ഞൊരു ബന്ധം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാ സ്കൂളിൽ പോലും നീയാണ് അവളുടെ അമ്മ എന്ന് എല്ലാവരോടും പറഞ്ഞത്. അത്ര പോലും അവൾക്ക് അവനോട് സംസാരിക്കുന്നതോ കുഞ്ഞിടപഴകുന്നതോ ഇഷ്ടമല്ലാത്തതാ. ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ വിക്രം എല്ലാം അറിഞ്ഞെന്നറിഞ്ഞാൽ
വേദ എങ്ങനെയാ സഹിക്കുക? എന്തായാലും അച്ഛനൊന്ന് വിക്രമിനെ പോയി കാണ്. അങ്ങനെ വിക്രമിനെ കാണാനായിട്ട് ജഡ്ജി വരുന്നുണ്ട്. മോനെ വിക്രം, നീ എന്നോട് ക്ഷമിക്ക്. നിന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന്. നിനക്കറിയാലോ, വേദയ്ക്ക് ഏതൊരു കാര്യം തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾ തന്നെയാ പറഞ്ഞത് നിന്നോടൊന്നും പറയണ്ട എന്ന്. അതുകൊണ്ടാ ഞാനെല്ലാം മറച്ചു വെച്ചത്. നീ എന്നോട് ക്ഷമിക്കണം എന്ന് വിക്രമിനോട് പറയുന്നുണ്ട്. വിക്രം കരുതുന്നത് വേദയുടെ കല്യാണം കഴിഞ്ഞത് മറച്ചു വെച്ച കാര്യമാണ് ഈ പറയുന്നതെന്നാ. എന്നാ വേദയുടെ അച്ഛൻ പറയുന്നത് കുഞ്ഞിന്റെ കാര്യമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് വിക്രമിനോട് കൂട്ടുകാരന്മാര് പറയുന്നുണ്ട്, എടാ, നമ്മളിപ്പോഴും വേദയുടെ വായിൽ നിന്ന് അത് കേട്ടിട്ടില്ലല്ലോ. തൻ്റെ കുഞ്ഞല്ല എന്ന് അവള് പറഞ്ഞാലല്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ. അതിന് നമ്മൾ വേദയോട് പോയി ചോദിക്കുന്നതല്ലേ നല്ലത് എന്ന് വിക്രമിനോട് പറയുന്നു. കൺമണി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എനിക്കിത് എപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന്. അതുകൊണ്ട് ഇന്നലെയെ ഞാൻ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരിയാ, ഞാനും ആ വഴിക്ക് അന്വേഷിച്ചതാ. ഒരു വക്കീലാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ കൺമണി പറയുന്നത്. വിക്രം, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാ വേദ ഒരു വിവാഹം കഴിച്ചു. ഇനി നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഫോട്ടോ നോക്ക്. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ചങ്ക് തകർന്നുകൊണ്ട് വിക്രം നിൽക്കുക. ഇപ്പൊ മനസ്സിലായോ അവൾ വേറെ കല്യാണം കഴിച്ചെന്ന്? ഇത് അവരുടെ കല്യാണ ഫോട്ടോയാ. അങ്ങനെ സങ്കടത്തോടു കൂടി വിക്രം ഇരിക്കുന്നുണ്ട്. അങ്ങനെ കള്ളുകൂടി നിർത്തിയതായിരുന്നു ആ മോള് പറഞ്ഞ കാരണം. വീണ്ടും കുപ്പിയെടുത്ത് ഒഴിച്ചു കുടിക്കുകയാണ്. കുടിക്കാൻ നിൽക്കുമ്പോഴേക്കും അതെടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അത്ര ഇഷ്ടമായിരിക്കും ആ കുഞ്ഞിനെ വിക്രമിന്. പിന്നീടായിട്ട് മോള് കണ്ണ് തുറക്കുന്നുണ്ട്. ഡോക്ടർ വരുൺ വന്നിട്ട് തന്നെയാണ് മോൾക്ക് പെട്ടെന്ന് സുഖപ്പെട്ടത്. മോള് കണ്ണ് തുറക്കുന്നതും വേദയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അങ്ങനെ വേറൊരു കുഴപ്പവും ഇപ്പോ കുഞ്ഞിനില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട്. വരുൺ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ വേദേ നീ എന്നോട് നന്ദിയൊക്കെ പറയുന്നത്? നീ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ നിന്നോട് എന്തൊക്കെ നന്ദി പറയണം? അതുകൊണ്ട് അതൊന്നും വേണ്ട. കേട്ടോ വച്ചാ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വേദയെ പോലൊരു സഹോദരിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അതെന്താ, ഇപ്പൊ ഞാൻ നിന്റെ സഹോദരിയല്ലേ? അല്ല, എന്റെ സ്വന്തം സഹോദരിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ? ഇപ്പൊ വലിയ കളക്ടർ മേഡമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ വരുണിനോട് സംസാരിക്കുന്നുണ്ട്. വേദയും വരണം പുറത്തോട്ട് പോകുന്ന സമയത്ത് വേദയുടെ അച്ഛനോടും വിജിയോടും മോള് ചോദിക്കുന്നുണ്ട്, അല്ല, വിക്രം വന്നില്ലേ? വിക്രം ഇപ്പൊ എന്താ എന്നെ കാണാനായിട്ട് വരാതിരുന്നേ? വിക്രം വന്നിരുന്നു. മോൾക്കപ്പോ ബോധം വന്നിരുന്നില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ വിക്രമിനോട് വരാൻ പറ, എനിക്ക് വിക്രമിനെ കാണണം. മോളെ, അങ്ങനെ പറയല്ലേ. വിക്രമേ ഒരു സ്ഥലം വരെ പോയിരിക്കുക. 3-4 ദിവസത്തിനുള്ളിലേ മോളെ കാണാനായിട്ട് വിക്രം വരും. അങ്ങനെ മോള് സമാധാനിക്കുന്നുണ്ട്. എന്നാലും വിക്രമിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. തന്റെ മോളാണെന്ന് കരുതി ഒരുപാട് സന്തോഷിച്ച് പെട്ടെന്ന് വേദ വേറൊരു കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും വിക്രം ഉള്ളത്. എന്തായാലും നാളത്തെ റിവ്യൂല് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം.